ബബബ നമ്മുടെ പേട്ടൻ ദിലീപ് ഏട്ടൻ ദ റിയൽ ഓജി മോഹൻലാൽ ജി പടം ബബബ എന്തൊക്കെ ആയിരുന്നു ഈ സിനിമ. ആരും കാണരുത്, ഈ സിനിമ ബോയ്ക്കോട്ട് ചെയ്യണം. 4, 3, 7 പേരാണോ ഒരു സിനിമ ഹിറ്റ് ആവണോ, ഒരു സിനിമ കളിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്? മാത്തമാറ്റിക്സിൽ പുതിയ ഇക്വേഷൻ വന്നോ? 4+3 = ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങേർക്ക് ഈ ജനപ്രിയ നായകൻ ആ ടൈറ്റിൽ കിട്ടിയത്, അല്ലെങ്കിൽ ആ ടാഗ് ലൈൻ കിട്ടിയത് വെള്ളയപ്പങ്ങാടി പോയിട്ട് വെള്ളയപ്പം 10 റുപ്യക്ക് വെള്ളയപ്പം വിറ്റിട്ടല്ല, ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ്. ആൻഡ് ഈ 8-9 കൊല്ലത്തിന്റെ ഇടയിൽ ദിലീപിന്റെ കുറെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ പോയി കണ്ടവരാണ് ഇപ്പൊ പറയുന്നത് ഞങ്ങൾ ബോയ്ക്കോട്ട് ചെയ്യുന്നു. വാട്ട്സ് യുവർ സ്റ്റാൻഡേർഡ് ആക്ച്വലി? either you should have a single stand or double stand. ബസ് സ്റ്റാൻഡ് വേണ്ട, കേരളത്തിൽ ഇഷ്ടം പോലെ ബസ് സ്റ്റാൻഡ് ഉണ്ട്. അല്ലെങ്കിൽ KSRTC ആയിട്ട് പുതിയൊരു MOU സൈൻ ചെയ്യും. ഈ 8-9 കൊല്ലം ഇറങ്ങിയ സിനിമകൾ കാണുമ്പോൾ അവർക്കാർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരാള് കുറ്റവാളി അല്ല പറഞ്ഞിട്ട് വെറുതെ വിട്ടപ്പോ ഞങ്ങൾ സിനിമ കാണില്ല എന്ന്. ഏത് യൂണിവേഴ്സ് ഇതൊക്കെ? ഏത് യൂണിവേഴ്സ് അറിയാനായിട്ട് ചോദിക്കുകയാണ്. ആൻഡ് the court should take action against all these people. കാരണം കോർട്ടിന്റെ ഒരു ജഡ്ജ്മെന്റിനെ ഇവർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. പലരും പറഞ്ഞു വെൽ ക്രാഫ്റ്റഡ് സ്ക്രീൻ പ്ലേ, എന്താ അവർക്കെതിരെ കേസ് എടുത്തൂടെ? കോർട്ടിന്റെ ഒരു വേർഡിക്റ്റിനല്ലേ അവർ ക്വസ്റ്റ്യൻ ചെയ്യണപ്പോ. ആൻഡ് ലാലേട്ടൻ പോസ്റ്റർ ഷെയർ ചെയ്തു, ലാലേട്ടൻ കൂടെ അഭിനയിച്ചു. മോഹൻലാൽ ഓർ മമ്മൂട്ടി ചോദിക്കുമ്പോൾ ഉർവശി എന്ന് പറയുന്ന ഒരു ലോഡ് ടീംസ് ഉണ്ട് ഈ 4+3. ആൻഡ് ആ ഉർവശി ദിലീപ് ഏട്ടന്റെ ഒപ്പം 2 പടം ഈ അടുത്ത കാലത്ത് അഭിനയിച്ചു. എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്തില്ല? ഈ മോഹൻലാലിന്റെ നെഞ്ഞത്ത് കയറാൻ നിൽക്കുന്ന സമയം ഉണ്ടല്ലോ, എന്തുകൊണ്ട് ഉർവശിയെ പോയി ക്വസ്റ്റ്യൻ ചെയ്തില്ല? അതാണ് ഞാൻ പറയുന്നത്. ഇത് യു ഷുഡ് ഹാവ് എ സിംഗിൾ സ്റ്റാൻഡ് ഓർ ഡബിൾ സ്റ്റാൻഡ്. ബസ് സ്റ്റാൻഡ് വേണ്ട, കേരളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സിനിമ പറയുന്ന സാധനത്തിന് സിനിമയായിട്ട് കാണുക. ആൻഡ് ഇവരല്ല തീരുമാനിക്കുന്നത് ഏത് സിനിമ കാണണം വേണ്ട എന്നൊക്കെ. രാമലീല ദിലീപിന്റെ ഏറ്റവും വീക്കസ്റ്റ് പോയിന്റിൽ ഇറങ്ങിയ പടമാണ്. അത് പീപ്പിൾ അക്സെപ്റ്റൻസ് നേടിയില്ലേ, ഹിറ്റായില്ലേ?